നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് NIESDUD ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓട്ടോണമസ് ബോഡിയാണ്. അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ഓഫീസ് ഓഫ് ദ DC. ഡയറക്ടേഴ്സ് ഇൻഡസ്ട്രീസ് ആണ് DC എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഡിസ്ട്രിക്റ്റ് സെൻറ്റേഴ്സൊക്കെ അതിൻ്റെ ഒരു ഓട്ടോണമസ് ബോഡിയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1983 ആണ്. മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രി, വ്യവസായ മിനിസ്ട്രിയുടെ കീഴിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അപ്പെക്സ് ബോഡി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏജൻസീസ് എൻഗേജ് ചെയ്യുന്നുണ്ട് ഇതിൽ. അതുപോലെ തന്നെ SSIയുടെ ഒരു മിനിസ്റ്ററാണ് ഇതിൽ ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നാഷണൽ ഇൻ്റർനാഷണൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമാണ് കേട്ടോ, ഫംഗ്ഷൻ്റെ ഭാഗമാണ്. ഇനി ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, അതിനുവേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നമ്മൾ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് EDI ഓട്ടോണമസ് ആണ്, നോട്ട് ഫോർ പ്രോഫിറ്റിന് വേണ്ടിയല്ല. 1983 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ IDBIയുടെ ഒരു അപ്പെക്സ് ബോഡിയാണ്. IDBI എന്ന് പറയുന്നത് ബാങ്കാണ്. അതിൻ്റെ തന്നെ IDBI, FCI, ICICI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിൻ്റെ ഒരു അപ്പെക്സ്, അതിൻ്റെ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, അതായത് ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് EDIBI ആണ്. ഗവൺമെൻറ് ഓഫ് ഗുജറാത്ത് അതിന് വേണ്ടിയിട്ട് 23 ഏക്കർ സ്ഥലം ഈ ഒരു ഒറ്റ പർപ്പസിന് വേണ്ടിയിട്ട് EDI ക്യാമ്പസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കൂളുകൾ, കോളേജുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റർപ്രണർഷിപ്പ് എന്നുള്ള ഓണ്ടർപ്രണർഷിപ്പിന് വേണ്ടിയിട്ടുള്ള സിലബസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഇവരാണ്. അപ്പോൾ ഇതിൻ്റെ 12 സ്റ്റേറ്റ് ലെവൽ എക്സ്ക്ലൂസീവ് എൻ്റർപ്രൈൻമെൻറ്റ് സെൻറ്റേഴ്സ് ഇതിൻ്റെ കീഴിൽ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ സെൻറ്റേഴ്സ് 12 സ്റ്റേറ്റുകളിൽ ഇപ്പോൾ ഉണ്ട്. ലാർജ് നമ്പർ കോളേജസ് കാര്യങ്ങളൊക്കെ ഇവരിത് കോഴ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എല്ലാവരും ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റൊക്കെ മിക്ക സബ്ജക്റ്റുകളിലും മിക്ക സ്ട്രീമുകളിലും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഓഗ്മെൻറ്റ് ദ സപ്ലൈ ട്രെയിൻഡ് ഓണ്ടർപ്രണേഴ്സ് ത്രൂ ട്രെയിനിങ് വഴി ഓണ്ടർപ്രണേഴ്സിനെ ട്രെയിനിങ് ചെയ്യുക, അത് കറക്റ്റായിട്ട് ആസൂത്രണം ചെയ്യുക. അത് ഓരോ സ്ഥലത്തേക്ക് എവിടേക്കാണ് അത് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അവർക്ക് അപ്പോയിൻറ്റ് ചെയ്യുക. മൾട്ടിപ്ലവർ ഇഫക്റ്റ് ഓപ്പർച്യൂണിറ്റി, സെൽഫ് എംപ്ലോയ്മെൻറ്റിനുള്ള ഇഫക്റ്റ് ഉണ്ടാക്കുക, മാനേജ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പഞ്ചായത്തുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് ഇതുപോലെ ഓരോ ടൈപ്പ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ യോഗ ഇൻസ്ട്രക്ടേഴ്സ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ്, പിന്നെ അങ്ങനെയുള്ള ഓരോ പ്രോഗ്രാംസുകൾ ഇടയ്ക്ക് ഇവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനുള്ള പേപ്പർ ബാഗ്, അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ, അതുപോലെയുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ, പേപ്പർ കപ്പുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. കോൺട്രിബ്യൂട്ട് ഡിസ്പേഴ്സൽ ബിസിനസ് ഓണർഷിപ്പ് എക്സ്പാൻഡ് സോഷ്യൽ ബേസ് ഇന്ത്യൻ ഡിസ്പേഴ്സ് ചെയ്യുക, എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക. അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ട് ഡിസമിനേഷൻ നോളേജുകൾ സ്പ്രെഡ് ചെയ്യുക. അതുപോലെ തന്നെ സപ്ലൈ ട്രെയിനേഴ്സ്, മോട്ടിവേഴ്സിനൊക്കെ ഓഗ്മെൻറ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് ഓരോ സ്ഥലത്തേക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് അവരെ എത്തിക്കുക എന്നുള്ളത്. പാർട്ടിസിപ്പേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓരോ ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നമുക്ക് ബാങ്കുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യും. മൈക്രോ എൻ്റർപ്രൈസ് റൂറൽ ലെവലിലാണ് കൂടുതൽ ഇവർ അതിൻ്റെ എമൗണ്ട് കൊടുക്കുന്നത്, ഫിനാൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻകൾക്കേറ്റ് ദ സ്പിരിറ്റ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് എമംഗ് യൂത്തിൻ്റെ ഇടയിൽ നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനുള്ള സൗകര്യങ്ങൾ, കാര്യങ്ങൾ, ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അത് നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ വഴിയൊക്കെയാണ് മെയിനായിട്ട്, സ്കൂളുകളും കോളേജുകൾ വഴിയൊക്കെയാണ് ഇത് നമ്മൾ മെയിനായിട്ട് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്. അത് ഇതുപോലെ മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. 1994 ഗുവാഹട്ടിയിലാണ് ഇത്, ആസാമിലെ ഗുവാഹട്ടിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഓട്ടോണമസ് ബോഡിയാണ്. സ്കിൽസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പിൻ്റെ സ്കില്ലുകൾ പഠിപ്പിക്കുന്നതാണ്. സെക്രട്ടറി ഓഫ് മിനിസ്ട്രി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ് അതിൻ്റെ സെക്രട്ടറി ആയിട്ട് വരുന്നത്. മിനിസ്ട്രി ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇതിൽ മെയിനായിട്ട് സ്കില്ല് പഠിപ്പിക്കുക, ട്രെയിനിങ് ചെയ്യുക, ഓണ്ടർപ്രണേഴ്സിനെ ട്രെയിനിങ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, നമ്മൾ ഇൻഡസ്ട്രിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റേഷൻ, ഫോർമുലേഷൻ പോളിസീസ്, അത് ഫ്രെയിം ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണതൊക്കെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓണ്ടർപ്രണർഷിപ്പാണ്. ഓക്കെ.